ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ കുട്ടി ക്യാസിലാണ്. ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ വ്യത്യസ്തമായൊരു സ്ഥലത്താണ്. ഇത് ബർമിംഗ്ഹാം സിറ്റിയിൽ നിന്ന് ഒരു 10 മൈൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പോകുന്നൊരു സ്ഥലമാണ് ലിക്കി ഹില്ല്. അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് ബീക്കൺ ഹിൽ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ഈ കുന്നിൻ്റെ മുകളിൽ ഒരു ചെറിയ ക്യാസിൽ പോലെയുണ്ട്. ഇവിടെ നിന്നിട്ടാണ് ശത്രു വിമാനത്തെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി, കാരണം ഈ കുന്നിൻ്റെ താഴെ നേരെ കാണുന്നത് ബർമിംഗ്ഹാം സിറ്റിയും അനുബന്ധിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ എല്ലാം ഒത്തിരി ഫാക്ടറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം തറക്കാണ്ടിരിക്കാനും ഈ മറ്റുള്ള ശത്രു സൈന്യത്തെ കാണാൻ വേണ്ടി ഇവിടെ ഒരു ഒബ്സർവേഷൻ ടവർ പോലെ ഉണ്ടാക്കിയേക്കണം. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോയാലോ? കാരണം ഇതിൻ്റെ ഈ കാട് എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. അധികം ശല്യമൊന്നുമില്ല. ഞാൻ വരുമ്പോൾ ആരും തന്നെ ഇല്ല ഈ കാട്ടിൽ തന്നെ. കാരണം കുറച്ച് അവിടെയൊക്കെ 2 മാന ഞാൻ കണ്ടിരുന്നു, അല്ലാണ്ട് വേറെ ഒന്നും കാണാനില്ല. നോക്കി കാടൊക്കെ നോക്കി. അങ്ങനെ വളരെ മനോഹരമായ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ എന്തൊരു ഫ്രഷ്നെസ് ആണെന്നറിയോ. ഇപ്പോൾ ബർമിംഗ്ഹാം പരിസരത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരിക. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ലിക്കി ഹില്ലിലെ ഒരു പാർക്കുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒരു 1 ഡേ ട്രിപ്പ് ഭക്ഷണങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 1 ഡേ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വളരെ മനോഹരമായ സ്ഥലമാണ്. ഇവിടെ വരണതിന് ഫീ ഒന്നുമില്ല. ഈ സ്ഥലത്തെ ബീക്കൺ ഹിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞ ക്യാസിൽ ഇതാണ് കേട്ടോ. നമുക്കതിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടാവും എന്നുള്ളത്. ഇരിക്കാനുള്ള സ്ഥലമൊക്കെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ലാസ്റ്റ് അറ്റത്ത് കാണുന്നുണ്ട് ബർമിംഗ്ഹാം സിറ്റി.
കാട്ടിൽ ആരും ഇല്ല കേട്ടോ. അവിടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്, മരം മുറിക്കുന്നതിൻ്റെ. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുകയാണ്. എങ്ങാട്ടേക്ക് പോകണം എന്നറിയില്ല. ഞാൻ വന്നപ്പോൾ കാടുകളൊക്കെ അങ്ങനെ ഓടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, വെട്ടിത്തെളിച്ച്. അടിപൊളി ട്രാക്ടർ പോലെയൊക്കെ ഒരു സാധനം കിടക്കുന്നുണ്ട്. ക്ലൈംബിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണ. നോക്കി teaching me. Right, what we're going to do then. See, the red rope more back. വളരെ പ്രിക്കോഷൻ എടുത്തിട്ടാണ് ഇവർ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നത്, മരത്തിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി. There you go. Go on, Sean. Now hold the top one. There it is. See how much you get to go through then? You hurt your forearms at first, but it's easier. ആരും ഇല്ലാത്തൊരു കാട്ടിൽ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ടോ. ഇതുപോലെ സ്റ്റെപ്പൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ സ്റ്റെപ്പിൻ്റെ മുകളിലോട്ട് ഞാൻ കയറാൻ പോയിണ്. എന്താ നോക്കാം. അടിപൊളി സ്റ്റെപ്പാണ്. ഓക്കെ, ഒരു മരം മുറിച്ചിട്ട് ഒരു ട്രാക്ടർ ഓറ് എന്ത് വണ്ടിയാണെന്ന് അറിയില്ല കൊണ്ടുപോകണം. നോക്കി കുട്ടി കാസലിനോട് ഞാൻ വിട പറയുകയാണ്. എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഇനിയും വ്യത്യസ്തമായ UK വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം കേട്ടോ.